ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കിനി ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി പഠിക്കാൻ വയ്യ. അദ്ദേഹം പഠിപ്പിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കൊന്നും തലയിൽ കയറുന്നില്ല. മകന്റെ സങ്കടം കണ്ട് അച്ഛൻ പറഞ്ഞു, സാരമില്ല, നീ എൻ്റെ കൂടെ കാലികളെ മേയ്ക്കുവാൻ വരൂ. അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് പിറ്റേന്ന് രാവിലെ തന്നെ മകൻ കാലികളെ മേയ്ക്കാൻ പോയി. ഉച്ചയായപ്പോൾ കാലികൾക്ക് വെള്ളം കോരുവാൻ ഒരു കിണറിന് സമീപം എത്തിയവർ. കയറ് കെട്ടിയ തൊട്ടിയിലാണ് വെള്ളം കോരുന്നത്. അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കിണറിന്റെ ചുറ്റുമതിലുള്ള കല്ലിൽ കയറുരുസി തേയ്മാനം വന്നിരിക്കുന്നു. അവന് വലിയ അത്ഭുതമായി. മൃദുവായ കയറ് ഉരസിയപ്പോൾ കാഠിന്യമേറിയ കല്ലിന് തേയ്മാനം സംഭവിച്ചിരിക്കുന്നു. അവന്റെ നോട്ടവും അമ്പരപ്പും കണ്ട് അച്ഛൻ പറഞ്ഞു, കയറിന് കല്ലിനേക്കാൾ കാഠിന്യം കുറവാണെങ്കിലും ദീർഘനാൾ ഭാരവുമായി കയറാ കല്ലിൽ ഉരസുമ്പോൾ കല്ലിന് തേയ്മാനം സംഭവിക്കുന്നു. കാഠിന്യമേറിയ കല്ലിന് തേയ്മാനം സംഭവിപ്പിക്കാൻ കയറിന് കഴിയുമെങ്കിൽ ദീർഘനാളത്തെ പരിശ്രമം കൊണ്ട് നിനക്കെന്തും പഠിക്കാൻ കഴിയും. പ്രതിഭ പോലെ തന്നെ പ്രധാനമാണ് പ്രയത്നവും. കഴിവ് കുറഞ്ഞവർക്കും പ്രയത്നം കൊണ്ടും അധ്വാനം കൊണ്ടും ഏത് കാഠിന്യമേറിയ കാര്യത്തെയും നേരിടാൻ കഴിയും. ജീവിതകാലത്തെ പഠനകാര്യത്തിലും തൊഴിൽ മേഖലയിലും മാത്രമല്ല ഈ പാഠം നമുക്ക് പ്രയോജനമാകുന്നത്, മറിച്ച് വ്യക്തിബന്ധങ്ങളിലും മനസ്സിന്റെ വളർച്ചയിലും പ്രയത്നം എന്ന ശൈലി അവലംബിക്കേണ്ടിയിരിക്കുന്നു. കഠിനമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ആരാധന ക്രമീകരണങ്ങളിൽ പ്രയത്നത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയേ തീരൂ. നോമ്പ് കഠിനമാണ്, പ്രാർത്ഥനകൾ ദീർഘമാണ് എന്നൊക്കെ പറയുമ്പോൾ എത്ര കാഠിന്യമേറിയതിനെയും വശത്താക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ എന്ന സത്യം വിസ്മരിക്കരുത്. ഇന്നെല്ലാത്തിനും എളുപ്പവഴികൾ തേടുന്ന കാലഘട്ടമാണ്. ഇൻസ്റ്റന്റ് ലോകത്തിൽ നോമ്പും പ്രാർത്ഥനകളും ഇൻസ്റ്റന്റായി മാറുന്നു. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പ്രാർത്ഥനകൾ അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കി ജീവിക്കേണ്ടിയിരിക്കുന്നു. ചെയ്യുവാൻ നിനക്ക് കഴിയുന്നതൊക്കെ ശക്തിയോടെ ചെയ്യുക എന്ന് സഭാപ്രസംഗി 9:10 പറയുന്നു. ദൈവം തന്നിരിക്കുന്ന കഴിവുകളും അവസരങ്ങളും അലസമാക്കി കളയാനുള്ളതല്ല, മറിച്ച് കഠിനമായി പ്രയത്നിച്ച് ലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള നിയോഗമാണ്. പാട്ടുകൾ പാടാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിക്കുവാനും പ്രസംഗിക്കാനുമൊക്കെ അവസരങ്ങൾ ദൈവം തരുമ്പോൾ എനിക്ക് വയ്യ, എനിക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നവർക്കുള്ളതല്ല ക്രിസ്തു ശിഷ്യരെന്ന് പേര്. എത്ര വലിയ പ്രതിസന്ധിയിലും ദൈവബന്ധം നിലനിർത്താൻ പരിശ്രമിക്കുന്നവർക്ക് നല്ല ക്രിസ്തു ശിഷ്യരാകാൻ സാധിക്കും. എപ്പോഴും കഠിനമായി പ്രയത്നിച്ച് ദൈവബന്ധത്തിൽ വളരുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കഷ്ടം പെരുകി വന്നാൽ എനിക്കെന്തു നഷ്ടം? ഞാൻ കർത്താവിനാൽ. അവൻ എൻ്റെ സ്വന്തം, തൻ്റെ രാജ്യവും എനിക്കുള്ള അംശം അതാരെടുക്കും? അവൻ എൻ്റെ സ്വന്തം, തൻ്റെ രാജ്യവും എനിക്കുള്ള അംശം അതാരെടുക്കും? എൻ്റെ